എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയല്ലേ നമ്മൾ കണ്ടിട്ട്, കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കാണാഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും റെഗുലറായിട്ട് നമുക്ക് കാണാം. ഇന്ന് ഒരു സിമ്പിളായിട്ടുള്ള യമ്മി ലഞ്ചാണ് കേട്ടോ. നമ്മളൊരു കേരള സ്റ്റൈൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതായിട്ട് ചേർന്ന് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആയോ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ 20 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ്സ് ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. തിളച്ച എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയെ പെറുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതേ ഒന്ന് അടച്ചുകൊണ്ട് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം മീൻ ഇവിടെ കിടന്ന് കുക്കാവട്ടെ. ആ ടൈമിൽ നമുക്കൊരു കുട്ടി രസം കൂടി വെക്കാം അല്ലേ. ചൂടായപ്പം കടുക് പൊട്ടി വന്നപ്പോഴേക്കും കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റി കൊടുത്തു. ഒരു ചെറിയ തക്കാളി നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഉടച്ചുടച്ച് ഇതിനകത്തോട്ട് നന്നായിട്ട് ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതായത് ഇതിനെ എല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഹോം മെയ്ഡായിട്ടുള്ള രസപ്പൊടി ചേർക്കാം. ഇൻസ്റ്റൻറ്റ് രസപ്പൊടിയാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അവിടെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കുന്ന ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വെള്ളം നമുക്ക് എന്തോരം വെള്ളം വേണമോ അത്രയും വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ കിടന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ ഫിഷ് ഫ്രൈ ഒരു സൈഡായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മറിച്ചിടാം. രസം തിളച്ച് വന്നപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിയില അങ്ങോട്ട് ഇട്ടു. മല്ലിച്ചപ്പില്ലാതെ എന്ന രസമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ രസത്തിനകത്തുള്ള മല്ലിച്ചപ്പിൻ്റെ ഈ ഒരു ഇത് വരുന്നത്. അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് രസം. രസപ്പൊടി ഹോം മെയ്ഡായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ. ഇതിൻ്റെ പൗഡറിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാവേ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള രസവും റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈയും ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറ്, രസം, ചേമ്പും കായും കൂടി ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീൻ പൊരിച്ചതും ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ലഞ്ച് വളരെ സിമ്പിളാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടി ഫാമിലിയായിട്ട് ചേർന്ന് കഴിക്കുമ്പോൾ അത് ഭയങ്കര ഗ്രാൻഡാവും അല്ലേ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് മോൻ്റെ ലഞ്ചും കൂടി സെറ്റ് ചെയ്യാം. കുഞ്ഞിന് കുറച്ച് പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊച്ചുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 4-5 വിസിൽ വരെ നമുക്ക് കുക്ക് ചെയ്യാം. കാര്യം നന്നായിട്ട് മാഷ് ചെയ്യണം. അതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ ബിഗ് ടാസ്ക്. നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ പാത്രം കഴുകൽ ഇച്ചിരി പാടാണ് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. വാഷ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്കിതിനെ പെട്ടെന്ന് വാഷ് ചെയ്ത് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് പരിപാടി കംപ്ലീറ്റ് ചെയ്യാം. വാഷിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. എങ്ങനെയാണ് നമ്മൾ വരുന്നത്? വായോ വായോ വാപ്പന്ന കഴിക്കണ്ടേ? നമുക്ക് മമ്മമ്മ കഴിക്കണ്ടേ? അത് വേണ്ടേ? പരിപ്പ് നല്ല കുക്കായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒരു പിടി ചോറും കൂടെ ചേർത്തു. എന്നിട്ട് ഇതുപോലൊരു ഗ്ലാസ് വെച്ച് നന്നായിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിലും കൂടി കേൾക്കാം. നല്ല കുറച്ച് മീൻ കറിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കഴിച്ചു. നന്നായിട്ടത് മാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാഷ് ചെയ്തു. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു യമ്മി കിച്ചടി എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്ന കിച്ചടി. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് വജീസൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയും കൊടുക്കാം. അപ്പോൾ മോന് ഞാൻ ഇന്നിങ്ങനെ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. ചോറ് അരിയായിട്ട് അത് കുക്ക് ചെയ്തിട്ടുണ്ടാക്കാം. ബട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇതാ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിളായിട്ടുള്ള യമ്മി ലഞ്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.